ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിലുള്ള പാസ്വേഡുകൾ മറന്നുപോയാൽ വല്ലാത്ത ടെൻഷനാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ ഇങ്ങനത്തെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പാസ്വേഡുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ടൈപ്പില് സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡുകൾ അവിടെ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പാസ്വേഡുകൾ കിട്ടും. ഈ പാസ്വേഡുകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതായത് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസ്, അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് പാസ്വേഡ് മറന്നുപോയാൽ വളരെ ടെൻഷനാണ്. പക്ഷെ അതിന് ഞാനൊരു രണ്ടോ മൂന്നോ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ ഗൂഗിൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ മുകളിൽ കാണാം. തൊട്ട താഴെയായിട്ട് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം പാസ്വേഡ് നഷ്ടപ്പെട്ട ആളുകൾക്കായി അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഇവിടെ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ അത് നമ്മൾ എനേബിൾ ആണോ എന്നുള്ളത് നോക്കുക. എനേബിൾ ആയവർക്കാണ് അത് കിട്ടുന്നത്. നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. പാസ്വേഡ് മാനേജർ. ആ പാസ്വേഡ് മാനേജറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏകദേശം എന്റെ ഫോണിൽ ഒരു 27ഓളം ആപ്ലിക്കേഷൻസിന്റെ പാസ്വേഡുകൾ ഇവിടെ സേവ്ഡ് ആണ്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതില് പാസ്വേഡ് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടില്ല, ഇവിടെ താഴെ കാണുന്നുണ്ട്. നമ്മൾ ആ ഐ ബട്ടൺ ഒന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കാണാൻ സാധിക്കും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞുതരാം. ഏത് രീതിയാണോ നിങ്ങൾക്ക് പറ്റുക ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ, നമ്മുടെ ഫോണിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ജിമെയിൽ അല്ല, ഗൂഗിൾ, ഇവിടെ കാണുന്ന ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും അല്ലെ? ആ പ്രൊഫൈൽ ഐക്കണിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ കണ്ട പ്രൊഫൈൽ ഐക്കൺ അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സെറ്റിംഗ്സിന്റെ തൊട്ട മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ മാനേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്യൂരിറ്റി അല്ലെ? ആ സെക്യൂരിറ്റി എടുക്കുക. അതിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് മാനേജർ. ഇവിടെ കാണിക്കുന്നത് 27. യു ഹാവ് 27 പാസ്വേഡ്സ് സേവ്ഡ് ഇൻ യുവർ ഗൂഗിൾ അക്കൗണ്ട്. 27 ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് നേരത്തെ പോയ അതേപോലെ തന്നെയാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ രീതിയാണ്. ഇനി മൂന്നാമത്തെ രീതി അതിനേക്കാളും കുറച്ചും കൂടി ഒരു എളുപ്പമാണ്. അപ്പം ആ രീതി കൂടി നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഇവിടെ കാണുന്നില്ലേ ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ആ 3 ഡോട്ട്സ് കാണുന്നില്ല, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. പിന്നെ സെറ്റിംഗ്സിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ താഴെ സെറ്റിംഗ്സ് കാണുന്നുണ്ട്. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിന്റെ പാസ്വേഡ് മാനേജർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എവിടെ പോയി മേലെയാണ് തോന്നുന്നു വരുന്നത്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കണ്ടില്ലേ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡുകൾ കിട്ടും. പലർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്.